മീഡിയം വേവ് റേഡിയോ എങ്ങനെ നിർമ്മിക്കാമെന്നുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന PCB ഞാൻ നേരത്തെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞാനിത് സാധാരണ ഒരു കോപ്പർ ക്ലാഡ് എടുത്തിട്ട് വരച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൗകര്യപ്രദമായി ഏത് വേണമെങ്കിലും ചെയ്യാം. ഈ സർക്യൂട്ട് അതേപോലെ തന്നെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിതിങ്ങനെ ചെയ്യുന്നതിന് മെയിൻ ഘടകം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് എങ്ങനെയാണോ അതേപോലെ ഇതിനകത്ത് വെച്ച് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് ഈ IFT ഒന്ന് പിടിപ്പിക്കാം. വളരെ കൃത്യമായിട്ട് തന്നെ നമുക്കത് ചെയ്യണം. നമ്മുടെ IFT പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൃത്യമായിട്ട് തന്നെ നമ്മൾ ഈ IFT ആയാലും അതുപോലെ കമ്പൗണ്ട് എല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ സോൾവ് ചെയ്യണം. ഓക്കെ, അടുത്ത ഓസിലേറ്റർ കോയിൽ പിടിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, IFTയും ഓസിലേറ്റർ കോയിലും മാറരുത്. IFT മറ്റേ അതിനകത്തൊരു കപ്പാസിറ്റർ ഉള്ളതാണ്. പിന്നെ ഓസിലേറ്റർ കോയിൽ റെഡ് കളറായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പിടിപ്പിക്കുക. ഓസിലേറ്റർ കോയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാൻസിസ്റ്റർ പിടിപ്പിക്കാം. ട്രാൻസിസ്റ്റർ പിടിപ്പിച്ചിട്ടുണ്ട്. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ നമ്മുടെ ഓസിലേറ്റർ കോയിലിൻ്റെ ഉണ്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ഓസിലേറ്റർ കോയിലിൻ്റെ പ്രൈമറിലോട്ട് പോകണം. അതുവഴിയാണ് പോസിറ്റീവ് സപ്ലൈ നമുക്ക് ഈ ട്രാൻസിസ്റ്ററിന് കിട്ടുന്നത്. ഇനി അടുത്തത് 22K റെസിസ്റ്റർ പിടിപ്പിക്കണം. റെസിസ്റ്റർ പിന്നെ 22K റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് പോസിറ്റീവിലോട്ട്. ഈ പോകുന്നതാണ് നമ്മുടെ പോസിറ്റീവ് സപ്ലൈ. അതെല്ലാം വിശദമായിട്ട് പറയാം. അടുത്തത് 15K റെസിസ്റ്ററാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാത്തതുകൊണ്ട് 2 സീരീസ് ആയിട്ടാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അത് ഇനി പിടിപ്പിക്കാം. റെസിസ്റ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് എമിറ്ററി എന്നുള്ളതാണ്. എമിറ്ററിയിൽ നിന്ന് നമുക്കൊരു റെസിസ്റ്റർ കൊടുക്കണം. 2.7K റെസിസ്റ്ററാണ് കൊടുക്കേണ്ടത്. അത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 100 ഓംസിൻ്റെ റെസിസ്റ്റർ കൊടുക്കണം ബേസിൽ നിന്ന്. ഇപ്പോൾ അതിവിടെ കൊടുക്കാം. നമ്മൾ 100 ഓംസ് റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു കപ്പാസിറ്റർ നമ്മൾ കൊടുക്കണം. അതായത് 0.1 UF 104 കപ്പാസിറ്റർ. അത് ഇവിടുന്ന് ഈ 15K അവിടെ നിന്ന് നേരെ എർത്ത് ചെയ്യണം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് നമുക്ക് ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യാം. അത് ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ആ കപ്പാസിറ്റർ ഇത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമീറ്ററിൽ നിന്നാണ് ഈ ഓസിലേറ്റർ കോയിലോട്ട് പോകുന്നൊരു കപ്പാസിറ്റർ. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാം. അത് 472ൻ്റെയാണ് കപ്പാസിറ്റർ. ഓക്കെ, അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഡയോഡും ഈ റെസിസ്റ്റർ കപ്പാസിറ്ററാണ്. അപ്പോൾ അത് നമുക്കത് കണക്ട് ചെയ്യാം. ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഈ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഒരു ഭാഗം നമ്മൾ എർത്ത് ചെയ്തേക്കുവാണ്. ഇതുണ്ട്, ഒരു ഭാഗം എർത്ത് ചെയ്തേക്കുന്നു, മറുവശം നമ്മൾ ഈ ഡയോഡിലോട്ട് കണക്ട് ചെയ്തേക്കുന്നു. ഓക്കെ, പിന്നീട് നമുക്ക് 1K റെസിസ്റ്റർ. ഈ 1K റെസിസ്റ്റർ കപ്പാസിറ്റർ 103ൻ്റെ 2 കപ്പാസിറ്റർ ഉണ്ട് അപ്പുറം ഈ സൈഡിൽ. അപ്പോൾ അതുകൂടെ ഒന്ന് കണക്ട്. അപ്പം ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രീ ആംപ്ലിഫയർ കൊടുക്കാം. കാരണം വെച്ചാൽ ഓഡിയോ ഇച്ചിരി കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഒരു ഓഡിയോ പ്രീ ആംപ്ലിഫയർ കൂടെ കൊടുക്കാം. അതിനുശേഷം ഒരു ആംപ്ലിഫയറിലോട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ആംപ്ലിഫയർ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ല. കാരണം ആംപ്ലിഫയർ ഓൾറെഡി ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ അതെടുത്ത് അത് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ അതിന് ഒച്ച കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ വെച്ചുള്ള ഒരു പ്രീ ആംപ്ലിഫയർ സ്റ്റേജ് ഇവിടെ ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ സർക്യൂട്ട് ഇവിടെ ഞാൻ കാണിക്കാം. ഞാൻ ഈ പ്രീ ആംപ്ലിഫയർ സ്റ്റേജ് ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ദീർഘമാകുന്നുണ്ടാണ് അതിനെപ്പറ്റി ഞാൻ കാണിക്കാറുണ്ട്. ഈ സർക്യൂട്ടാണത്. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ശബ്ദം കിട്ടും. അതല്ല സാധാരണ മീഡിയം ലെവലിൽ ശബ്ദം മതിയെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് ഇത്രയും ചെയ്താൽ മതിയാവും. പിന്നെ ഓഡിയോ ആംപ്ലിഫയർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് എൻ്റെ ഒരു വീഡിയോയിൽ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ
കണ്ട് അതുപോലെ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓഡിയോ ആംപ്ലിഫയർ ഉപയോഗിച്ചാലും ഇത് കേൾക്കുന്നതാണ്. അപ്പം ഇതിൻ്റെ ഇനി ബാക്കിയുള്ളത് നമുക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആൻറ്റിന, ഗ്യാങ് കപ്പാസിറ്റർ, അപ്പോൾ അത് പിടിപ്പിക്കുന്നത് എങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇതിൻ്റെ ഈ കോയിൽ ചെറിയ ചുറ്റുള്ള വശം വേണം നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കാൻ, ബേസിലോട്ട് കൊടുക്കാനായിട്ട്, റെസിസ്റ്ററിലോട്ടും ബേസിലോട്ടും. ഓക്കെ, അപ്പം അത് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് കൊടുക്കണം, ഷോർട്ടൊന്നും ആകരുത്. ഓക്കെ, അതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഈ ഗ്യാങ് കപ്പാസിറ്റർ പിടിപ്പിക്കണം. ഇത് AM സൈഡും ഉണ്ട്, അതുപോലെ തന്നെ FM സൈഡും ഉണ്ട്. FM സൈഡ് എവിടെയാണെന്ന് പറഞ്ഞു തരാം. കണ്ട ഇവിടുന്ന് ഈ സൈഡ് കണ്ട ഈ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ അറ്റത്തു നിന്ന് കണ്ടേ ഇവിടുന്ന് ഒരു നെഗറ്റീവ് ടെർമിനൽ വരും. അതായത് 2 പീസ് ഇവിടെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 2 ടെർമിനൽ വരുന്നതാണ് FM സൈഡ്. ഈ AM സൈഡിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പ്ലെയിൻ ആയിട്ടായിരിക്കും കാണുന്നത്. പിന്നെ വേറൊരു സൈസ് മോഡൽ ഗ്യാങ് കൂടെ ഉണ്ട്. കണ്ട അത് ഈ സൈസാണ്. ഇത് കണ്ടോ, ഇത് AM സൈഡാണ്. അത് പ്രത്യേകം ഈ ട്രിമ്മർ പ്രത്യേകം വെച്ചേക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം വേവ്, ഷോർട്ട് വേവ് 2 അങ്ങനെ ബാൻഡ് ഒത്തിരി ഉള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീസെറ്റ് സെപ്പറേറ്റ് കണ്ടോ. ഇതിന് കണ്ടോ ഈ നെഗറ്റീവ് വശം കണ്ടോ, എർത്ത് ഇവിടെ വന്നേക്കുന്നത് ഈ സൈഡാണ് FM. അപ്പം ഇതിന് AM പ്രത്യേകം അറിയാൻ പറ്റും. പിന്നെ ഇത് മീഡിയം വേവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രീസെറ്റ് പ്രത്യേകം വയർ കണക്ഷൻ കൊടുക്കാതെ ഒറ്റ ഇതായിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ കണക്ഷനാണ് ഞാൻ കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഓസിലേറ്റർ കോയിലിൻ്റെ ഒരു കണക്ഷൻ ഇങ്ങോട്ടുള്ള എടുക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓസിലേറ്ററിൻ്റെ കണക്ഷൻ കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ഇവിടെ നേരത്തെ ആദ്യം വരച്ചിട്ടിരുന്ന തെറ്റാണ്. ഈ വശത്തെ, അതായത് ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഇതാണ്. അപ്പോൾ ഈ വശത്തേതാണ് എർത്ത്. ഞാൻ തിരിച്ചാണ് വരച്ചിരുന്നത്. ഇതാണ് എർത്ത്. നടുക്കലത്തെ പിന്നാണ് നമ്മുടെ ഇതിലോട്ട് പോകുന്നത്. ഇതാണ് എമിറ്ററിലോട്ട് കപ്പാസിറ്റർ വിട്ട് വഴി പോകുന്നത്. അപ്പം ഇത് കൃത്യമായി ഇത് നോക്കി തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പം ഈ കാണുന്ന വശത്തു നിന്നാണ് ഗ്യാങ് കപ്പാസിറ്ററിലോട്ടും പോകുന്നത്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ 5 വോൾട്ടാണ്, അത് ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ അത് വരയ്ക്കാനായിട്ട് ഇവിടെ പോസിറ്റീവ് 5 വോൾട്ട്. 5 വോൾട്ട് ശകലം കുറഞ്ഞാലോ 6 വോൾട്ട് ഉപയോഗിച്ചാലോ കുഴപ്പമൊന്നുമില്ല. 5 വോൾട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് 3.7 വോൾട്ടിൻ്റെ ലാപ്ടോപ്പ് ബാറ്ററിയാണ്. അപ്പോൾ അതെല്ലാം വർക്ക് ചെയ്തോളും. അപ്പോൾ നമുക്ക് മറ്റുള്ള ഈ എർത്ത് ചിഹ്നം കൊടുത്തേക്കുന്നതെല്ലാം തന്നെ നെഗറ്റീവാണ്. ഈ ബാറ്ററിയുടെ നെഗറ്റീവ് വശമാണ്. അത് ജോയിൻ്റ് അടിക്കും, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കണക്ഷൻ എല്ലാം ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. സെപ്പറേറ്റ് ആയിട്ട്, അതായത് നമ്മുടെ ഹൗസ് വയറിങ്ങിന് ഉപയോഗിക്കുന്ന എർത്തല്ല, സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു കമ്പി അടിച്ച് താത്തോ അല്ലെങ്കിൽ ഒരു പൈപ്പിൻ്റെ കഷ്ണം അടിച്ച് താത്തോ വെച്ചിട്ട് ഒരു എർത്ത് അതിൽ നിന്ന് ഒരു വയറെടുത്ത് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കുമ്പോൾ ഒരു ഇച്ചിരി നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് ഈ ഓഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ റേഡിയോ നല്ല ഭംഗിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് കറക്റ്റ് നമ്മൾ ഈ ഫ്ലാറ്റ് റോഡിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഓഡിയോ തന്നെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതാണ്.